ചിക്കൻ പക്കോട വെച്ചിട്ടുണ്ടോ? ചിക്കൻ പക്കോട ഇന്ന് ചൂണ്ടൽ പരിപാടി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വേറെ ഒന്നുമില്ല, നോമ്പൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും പൊരിച്ചക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നമ്മളേതായിട്ട് പരിപാടി ഉണ്ടാക്കിയിട്ട് ഒരു ചിക്കൻ പക്കോട ഉണ്ടാക്കാൻ നോക്കിയാലോ. ഓക്കെ, ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ടൊരു ചെറിയൊരു തട്ടുകടയിൽ പോയിട്ട് കഴിച്ചൊരു സംഭവം. തട്ടുകടപ്പില്ല, ഒരു ഏകദേശം ഒരു 7 കൊല്ലമൊക്കെയായി. അപ്പോൾ സംഭവം പോയി. പക്ഷെ ഞാനവിടെ പോയി ആ ചേച്ചിയുടെ അടുത്ത് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മളേതായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച സാധനമാണ്. ഞാൻ ഒരുപാട് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധനം ഇന്ന് ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, ചൂണ്ടലും പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് വന്നോ, നോക്കിക്കോ. ചെറിയ പരിപാടി, കുറച്ച് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്നും നോക്കണ്ട. ഇതുപോലത്തെ ചിക്കൻ്റെ പീസ് എടുക്കുക, അതിൻ്റെ എല്ലാം മാറ്റുക, നേരെ ഇറച്ചി വെക്കുക. കുഞ്ഞാന്ന് അരിയണം കേട്ടോ. അങ്ങനെ കുഞ്ഞാന്ന് മാത്രം അരിഞ്ഞിട്ട് ഇതുപോലെ ആക്കുക. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് മാറ്റി വെക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി, ഗരം മസാല കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് നിങ്ങൾക്ക് നോക്കിയിട്ട് കുറച്ച് ഉപ്പിടുക. പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ട് ഒന്ന് മെല്ലയിലിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടിയിട്ട് കുനുകുനാന്ന് ഇതേപോലെ തന്നെ അരിയണം. ഇതുപോലെ എന്നിട്ടിടുക. കുറച്ച് മൈദ, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സാധനം മൈദ. ഇതുപോലെ കുഴച്ച് സെറ്റാക്കി വെക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ട് നേരെ ഒന്നും നോക്കണ്ട, ചട്ടി എടുക്കുക, നേരെ ഓയിൽ ഒഴിക്കുക, പൊരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യും, ബാങ്ക് കൊടുക്കുന്ന സമയവും. നേരെ ഇതുപോലെ ടേബിളിൽ കൊണ്ടുവന്ന് നിരത്തുക. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നത് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കട്ട്ലേറ്റ്, ചിക്കൻ ബീഫ് കട്ട്ലേറ്റ് ഉണ്ടോ അത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സാധനം നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ പക്കോട. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നോമ്പറൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്.